പ്രിയപ്പെട്ടവരെ നമസ്കാരം. യൂജിൻ പെരേരമാരും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗതികേട് അല്ലാതെ എന്ത് പറയാൻ. കേവലം 3 മാസം മാത്രം പ്രായമായ ഒരു ഗവൺമെന്റിനെ ഇങ്ങനെയൊക്കെ വിലയിരുത്താമോ എന്ന ഒരു ചിന്ത ചിലപ്പോൾ സാമാന്യ ജനങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാം. അതിനവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ 3 മാസം മാത്രം പ്രായമുള്ള ഒരു മൂർഖൻ കുഞ്ഞിൻ്റെ സ്വഭാവം, അതിൻ്റെ ജനിതക സ്വഭാവം അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ കഴിഞ്ഞ 3 മാസ കാലയളവിനുള്ളിൽ ഈ ഗവൺമെൻറ്, ഈ സതീശൻ മേനോൻ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനകീയ പദ്ധതികളുടെ പൊതു സ്വഭാവം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാവുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ ഇല്ലാതിരുന്നെങ്കിലും 10 വർഷത്തെ ഭരണത്തിൽ നിന്നുണ്ടായ ഒരു സ്വാഭാവിക മടുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സ്ട്രാറ്റജിക്കലായിട്ട് പറ്റിയ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ രൂപപ്പെടുത്തിയെടുക്കുന്നതിലും ഒക്കെ പറ്റിയ സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതിയെ പ്രൊജക്റ്റ് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ, അതും 10 വർഷം വളരെ മനോഹരമായ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോയ ഒരു ഗവൺമെൻറ് അങ്ങനെ ഒരു തെറ്റായ ട്രാക്കിലേക്ക് പോയി തെരഞ്ഞെടുപ്പ് കാലത്ത്. അതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രീതിശാസ്ത്രമായിരുന്നു. ഇടതുപക്ഷത്തിന് അന്ന് വരെ അപരിചിതമായ ഒരു രീതിശാസ്ത്രം ഉണ്ടാക്കിയെടുത്തു. അതുപോലെ ചില വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ചില കാൻഡിഡേറ്റ്സ്, ഇതൊക്കെ ചത്തക്കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ് സാന്ദർഭികമായിട്ട്. ഇപ്പോഴെന്താണ് സീൻ? അതൊക്കെ കഴിഞ്ഞു. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പുതുയുഗ പിറവി, പുതുയുഗ ജനനായകൻ ആര്? VD സതീശൻ. ഈ ഭരണത്തിലേറാൻ തന്നെ എത്രമാത്രം ഗ്രൂപ്പ് യുദ്ധങ്ങൾ നടന്നു. ഓരോ മന്ത്രിയെ നിർണയിക്കുന്നതിലും ഇതുപോലെ കാലവിളംബം, മുഖ്യമന്ത്രിയെ നിർണയിക്കുന്നതിൽ മാത്രം ഇമാതിരി കാലവിളംബം നേരിട്ട ഒരു സർക്കാരും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവസാനം ഇതൊക്കെ കഴിഞ്ഞ് അധികാരത്തിൽ വന്നതിന് ശേഷം എങ്കിലും ഒരു നല്ലൊരു ചാൻസ് കിട്ടിയതാണ് അല്ലേ? 10 കൊല്ലത്തെ ഭരണത്തിന് ശേഷം. ആ 10 കൊല്ലത്തെ ഭരണം ഒരു ദുർഭരണമായിരുന്നു എന്ന് ഉറക്കത്തിൽ പോലും ആരും പറയില്ല. പക്ഷേ ജനം എപ്പോഴും ബെറ്റർ ഗവർണൻസ്, അതായത് ഏറ്റവും നല്ലൊരു ഭരണം ആഗ്രഹിക്കും. അത് ജനത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊന്ന്, അതായിരുന്നല്ലോ വാഗ്ദാനം. അതിൻ്റെ രാസത്വരകങ്ങളായി പ്രവർത്തിച്ച ഇനിയും ഒരു പിണറായി കാലം വന്നാൽ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നാൽ ഞങ്ങൾക്കാർക്കും നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ ജാതീയ വർഗീയ ശക്തികളുടെ ഒത്തൊരുമ മുമ്പെങ്ങും കാണാത്ത വിധത്തിൽ കേരളത്തിൽ സംഭവിച്ചു. അതുപോലെ മധ്യവർഗത്തിനിടയിലുണ്ടായ ഒരു മാറ്റം. 10 വർഷമായില്ലേ ഒരു പുതിയ ഗവൺമെൻറ് വരട്ടെ. ഇതൊക്കെ നല്ലതാണ്, അത് അംഗീകരിക്കാം. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അവർ നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി അറബിക്കടലിൽ എറിയുന്നു. അത് അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് എന്തായിരുന്നു? PM ശ്രീ പദ്ധതി എന്നത് ഒരു ജനതയെ കൂട്ടായ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമാക്കുന്ന, അതിൻ്റെ മനോഘടനയെ മാറ്റിമറിക്കുന്ന, സംഘപരിവാർ അനുകൂലമാക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അത് ഞങ്ങൾ ഒരിക്കലും നടപ്പാക്കില്ല. അറബിക്കടലിലേക്ക് വലിച്ചെറിയും. അറബിക്കടൽ ഇപ്പോഴും ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ആ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇടതു സർക്കാർ അതിൽ ഒപ്പുവെച്ചതാണെന്ന്. ഇടതു സർക്കാർ പ്രാഥമികമായ ഒരു ഒപ്പുവെക്കൽ നടന്നു എന്നുള്ളത് സത്യമാണ്. പിന്നീട് ആ പദ്ധതി നടപ്പാക്കിയില്ല, അതിൽ നിന്ന് പിൻവാങ്ങി. ഇതൊക്കെ അറിയാത്തതാണോ കേരളത്തിലെ ജനങ്ങൾക്ക്? ജനങ്ങളെ ഇമാതിരി വിഡ്ഢികളാക്കുന്നൊരു സതീശനെ പോലുള്ളൊരു തെരുവ് രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ സത്യസന്ധത പോലും ഇല്ലാത്തൊരു മനുഷ്യൻ.
ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളം ഒരു പ്രളയത്തിൻ്റെ ഭീതിയിലാണ്. 2018 താരതമ്യം ചെയ്യുമ്പോൾ 5% പോലും പ്രളയം കേരളത്തിലുണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഒരു ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനം ഒരുക്കുന്നതിൽ പ്രളയബാധിതർക്ക് ദുരിതാശ്വാസം സമയാസമയങ്ങളിൽ കൃത്യനിഷ്ഠമായി എത്തിക്കുന്നതിൽ ദുരന്തമായി ഈ ഗവൺമെൻറ്. അതാണ് ഇന്ന് യൂജിൻ പെരേര പോലുള്ള തിരുവനന്തപുരം കത്തോലിക്ക ആർച്ച് ബിഷപ്പ് വലതുപക്ഷത്തിന് വോട്ട് ചെയ്യെന്ന് പറഞ്ഞ് ആ ലത്തീൻ കത്തോലിക്കന് മുഴുവൻ അവരുടെ വോട്ട് വാങ്ങി വന്നൊരു ഗവൺമെൻറ്റാണിത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ ഗവൺമെൻറ് ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു മഹാദുരന്തമാണെന്ന്, അല്ലേ? എല്ലാ പത്രമാധ്യമങ്ങളിലും TV ചാനലുകളിലൊക്കെ വന്നതല്ലേ. അതൊന്ന് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് SFIയുടെ പ്രവർത്തകനായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പിന്നെ എന്താ പറയുക, ജില്ലാതല പ്രവർത്തകരിൽ മുൻപിലുണ്ടായിരുന്നൊരു അനേകരിൽ ഒരാളായിരുന്നു ഞാനും. ഞങ്ങൾക്ക് അന്ന് നിരന്തരമായ ആവേശത്തിൻ്റെ ഊർജപ്രവാഹമായി നിന്ന ആളാണ് CP ജോൺ. ഈ CP ജോൺ ഒരു കുന്നംകുളം നസ്രാണി കുടുംബത്തിൽ, കച്ചവട നസ്രാണി കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു CP ജോൺ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര ബോധ്യങ്ങൾ, ഇൻ്റലക്ച്വൽ ഷാർപ്പ്നെസ്, ഇതൊക്കെ. പക്ഷെ ഇപ്പോൾ എന്താണ് CP ജോൺ? ആ കച്ചവട നസ്രാണിയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹം ആർജിച്ച പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളെ ഒന്നൊന്നായി കൈവെടിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ സ്ത്രീജനങ്ങളെ ഒന്നാകെ ഈ KSRTC ഓർഡിനറി ബസ്സിലെ യാത്രയുടെ പേരിൽ അപഹസിച്ചിരിക്കുന്നു. അതുപോലെ ഓരോ മന്ത്രിമാരും, കിങ്ങിണിക്കുട്ടൻ എന്ന് ഞങ്ങളൊക്കെ കളിയാക്കി വിളിക്കാറുള്ള മുരളീധരൻ, കേരളത്തിൻ്റെ എന്താ പറയുക ആരോഗ്യ വകുപ്പ് മന്ത്രി, മോരും മുദ്രയും പോലെയാണ് ഇപ്പോഴത്തെ മന്ത്രിമാരും വകുപ്പും. ഈ വകുപ്പിനെ പറ്റി ഒന്നും പഠിക്കാതെ, യാതൊരു ഹോംവർക്കും ചെയ്യാത്ത കുറേ എന്താ പറയുക, പറയുന്നില്ല, ആളുകളെ പിടിച്ച് മന്ത്രിമാരാക്കിയിട്ട് അതിൻ്റെ ദുരന്തം മുഴുവൻ 5 കൊല്ലക്കാലം മലയാളി അനുഭവിക്കണം എന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ പുതിയ വിളംബരമുണ്ടായിരിക്കുന്നു. ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന പെൻഷൻ, ആ തുക ഈ പാവപ്പെട്ട ആളുകൾക്ക് അമൃതനേക്കാൾ വിലപ്പെട്ടതാണ്. അത് അവരുടെ വീടുകളിൽ കൃത്യമായി എത്തിച്ചു കൊടുത്തിരുന്ന ആ സംവിധാനം ഇനിയില്ലത്രേ. എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടും ആധാറും ഒക്കെയായി ബന്ധിപ്പിച്ചതിന് ശേഷം അത് അവരവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന്. എന്തുമാത്രം കഷ്ടപ്പാടാണ് ഇനി ഈ വയോജനങ്ങൾക്കും ഇത് കിട്ടുന്ന ആളുകൾക്കും നേരിടാനുള്ളത്. ഏതൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇവർ പോയി അവരുടെ എത്രയോ ദിവസങ്ങൾ അതിനുവേണ്ടി മെനക്കിടണം. ഇങ്ങനെ ഓരോ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കുന്ന വൃത്തികെട്ട ഗവൺമെൻറ്റായിട്ട് ഇത് മാറിയിരിക്കുന്നു. മൂർഖൻ പാമ്പിന് അതിൻ്റെ ജനിതക സ്വഭാവം അറിയാൻ 3 മാസം പ്രായമെത്തിയ കുഞ്ഞായാലും മതി. അതാണ് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്. ബാക്കിയെല്ലാം കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.